തീവ്രമായി 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 ഞാൻ ശ്രമിക്കുന്നു. തീവ്രമായി 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 ഞാൻ ശ്രമിക്കുന്നു. ഫിലിപ്പി 3:12. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി ശ്രമിക്കുന്നു. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഒരു പരിപൂർണത, ഒരു പൂർണ്ണത അതെനിക്ക് കൈ കിട്ടിയെന്ന് തോന്നുമ്പോൾ പോയി. എനിക്ക് കൈ കിട്ടിയെന്ന് തോന്നുമ്പം പോയി പോകുന്ന തീവ്രമായ നന്മ, ആ പരിപൂർണത അതെനിക്ക് കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ പരിപൂർണനായിട്ടില്ലെന്ന് എനിക്കറിയാം. കയ്യിൽ നിന്ന് വഴുതിപ്പോയ നന്മയെക്കുറിച്ച് എനിക്ക് വേദനയുണ്ട്. പക്ഷേ ഇത് സ്വന്തമാക്കണം. വിട്ടുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കരുതെന്നൊരു ആവേശം എൻ്റെ ഉള്ളിലുണ്ട്. ഇതുവരെ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമെന്ന് ചിലപ്പോൾ മാനുഷികമായ പ്രതീക്ഷയുമില്ല. പക്ഷേ തീവ്രമായി എൻ്റെ ചങ്ക് മുഴുവൻ വെച്ച് ഞാൻ തീവ്രമായി പരിശ്രമിക്കും. അന്തരീക്ഷത്തിൽ മുഷ്ടി കൊണ്ട് ഇടിക്കുന്നവരെ പോലെ ഒരു വൻ സമരത്തിന് ഞാൻ മുന്നോട്ട് പോകും. തീവ്രമായി പരിശ്രമിക്കും. അത് കിട്ടുപോകണം. എൻ്റെ ഉറപ്പെന്താണെന്നറിയാമോ? ഞാൻ യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചിരിക്കുന്ന ലോലമായിട്ടാണ്. ഞാൻ കർത്താവിനെ മുറുകെ പിടിച്ചിരിക്കുന്ന ലോലമായിട്ടാണ്. പക്ഷെ കർത്താവിനെ മുറുകെ പിടിച്ചിരിക്കുന്നു. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പിന്നെ എന്തിനാ കരയുന്നത്, ഭാരപ്പെടുന്നത്, തകരുന്നത്, നിരാശപ്പെടുന്നത്, കുനിയുന്നത്, നെഞ്ചത്തിട്ടടിക്കുന്നത്? കയ്യിലുള്ളത് തീവ്രമായി മുറുകെ പിടിച്ച് ഓടുക തന്നെ. ഇതെനിക്ക് കിട്ടിയെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. തീവ്രമായി 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 നാം ശ്രമിക്കണം. വിട്ടുകൊടുക്കരുത്, തോറ്റുകൊടുക്കരുത്. അത്രയും മതി.